ഞാൻ ഡോക്ടർ കാലിഗാരി. ഇനി പറയണം, ആരാള് ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഗോപിനാഥ മേനോൻ ആത്മഹത്യ ചെയ്തത് 2002 മാർച്ച് 2-ന്. ഗോപിനാഥൻ മേനോൻ. Look there. ഇയാളുടേതൊരു സ്ട്രേഞ്ച് കേസാ. വ്യക്തമായ ഒരു മോട്ടീവ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ശ്യാമള, ഗോപിനാഥൻ മേനോന്റെ ഫ്ലാറ്റിലെ ജോലിക്കാരിയായിരുന്നു. മരിക്കണേന്റെ തലേദിവസം രാത്രി ഗോപിനാഥ മേനോൻ കൂട്ടുകാരുമായി ഫ്ലാറ്റിൽ മദ്യപിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ മഗ്രാത്തിന്റെ യോർക്കർ പോയെടുത്ത സച്ചിൻ 6 അടിച്ചത്. എന്നിട്ട് അടുത്ത പോലെ ഔട്ട് ആയില്ലേ സച്ചിൻ? ഔട്ട് എന്ത് ഔട്ട്? LB ഒന്നല്ല, വെറുതെ കൊടുത്തതാണ്. എടാ അമ്പയർ ഇങ്ങനെ കൈ പൊക്കി LB അത് ഔട്ടാണ്. സച്ചിൻ സെഞ്ചുറി അടിച്ച ശേഷം വെറുതെ LB കൊടുക്കുന്ന കാര്യമൊന്നുമില്ല. വെറുതെ സെഞ്ചുറി അടിച്ചിട്ട് എന്ത് കിട്ടാനാ? നീ മഗ്രാത്തിന്റെ ബോളിംഗ് കണ്ടോ? എന്താ സ്പീഡ്? എടാ അമ്പയർ ഇങ്ങനെ LB വിളിച്ച് കൈ പൊക്കിയാൽ അത് ഔട്ടാണ്. ഇത് ശരിയാവൂല. ഈ സമൂഹ മദ്യപാനം ഇവിടെ പറ്റൂല. ഇതെന്റെ വീടാണേ. ഞാൻ നിങ്ങളുടെ അവിടെ ഒന്ന് മദ്യപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മര്യാദക്കാ ഒരു തവണ ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. വല്ലപ്പോഴും മദ്യപിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ തനിച്ച് തന്നെ ആയിക്കോളാം. ഈ ഗ്രൂപ്പ് മദ്യപാനം വേണ്ട. ഇന്നിപ്പോ ഏതായാലും നടക്കട്ടെ, ഇനി വേണ്ട. ഇതിപ്പോ ഗോപിനാഥൻ സാർ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഇരിക്കണ്ടെന്നാണ്. നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് കരുതിട്ട് പോവാണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. വാടാ പോവാം. വാടാ. നല്ല അടിപൊളി ബാറുണ്ട്. നിനക്കൊക്കെ ബാറിൽ നിന്ന് മദ്യം മേടിച്ചു തരണം അല്ലേ? ഇറങ്ങിയ കാശുണ്ടെങ്കിൽ മദ്യം കിട്ടില്ല ഇഷ്ടം പോലെ. ഭക്ഷണം റെഡിയായി, ഞാൻ പൊയ്ക്കോട്ടെ? ശ്യാമള പോയാലെങ്ങനെ? ഭക്ഷണം കഴിക്കണ്ടേ? അവരൊക്കെ പോയി. ഭർത്താവിനെന്താ അസുഖം? എപ്പോഴും ക്ഷീണ, കിടപ്പ് തന്നെ. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗുണവുമില്ല. നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂല, ദഹിക്കൂല. ശ്യാമള വിഷമിക്കാതിരിക്കേ. എല്ലാ തരക്കാരോടും ഒരുപോലെ സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഗോപിനാഥ മേനോൻ സാർ. എൻ്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വാ. ഭർത്താവിനോട് പറയും നമുക്ക് നാളെ നല്ലൊരു ഡോക്ടറെ കാണാം. വരട്ടെ. വാ. അന്ന് രാത്രി നേരം വൈകിയതിൻ്റെ പേരിൽ എന്നെ വീട് വരെ കൊണ്ടാക്കി. പിറ്റേന്ന് കാലത്താണ് ഇത് നാരായണൻ. ഇയാളായിരുന്നു അന്ന് രാത്രി ടാക്സി ഓടിച്ചിരുന്നത്. അന്ന് രാത്രി ടാക്സി ഓടിച്ചത് ഞാനാ. നിർത്ത്.
വിടാ വിടാൻ പാവപ്പെട്ടവന് എടാ എന്റെ മോളെ രക്ഷിച്ചതിന് സാറിന് പുണ്യം കിട്ടും. ശരി ഇങ്ങനെ ഒരു ചെറിയ പെൺകുട്ടി ഉപദ്രവിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? മോക്കൊന്നും സംഭവിക്കില്ല. വീട്ടിൽ പൊക്കോ. വരട്ടെ. ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ സാർ. അത് താൻ തല്ലുകൊണ്ടേനാ. എന്നാലും സാറിനെ ഞാൻ സമ്മതിച്ചു. സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വണ്ടി നിർത്തലായിരുന്നു. എങ്കിൽ ആ പാവം കൊച്ച്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇതൊന്നും സമ്മതിക്കില്ലടോ.